കളങ്കാവൽ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം, അതിൻ്റെ ഒരു ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. കുറേ നേരമായി വന്നിട്ട്. കാര്യം ഇത് ലോക എന്ന് പറയുന്ന സിനിമയുടെ കൂടെ ഒഫീഷ്യൽ തിയേറ്റർ ഡയറക്ടർ റിലീസാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം. വിനായകനും ഇതിനകത്തൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ടീസർ കാണാം. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ തന്നെ. വിനായകൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് കാണാനുള്ള സാധ്യത ഭയങ്കര വലുതാണ്. ഒരു സിമ്പിൾ നിപ്പ്. നോട്ടം മമ്മൂട്ടി കമ്മിങ് ടു യു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട്, മമ്മൂക്ക ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ കൊണ്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ വിനായകൻ അദ്ദേഹമാണ് നായകൻ. നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളായിട്ടാണ് അഭിനയിക്കുന്നതാണ് ഞാൻ കേട്ടത്. എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. ഒരുപാട് റൂമേഴ്സൊക്കെ ഈ ഒരു പടത്തെ പറ്റി പറയുന്നുണ്ട്. ആ റൂമേഴ്സായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാത്തത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ ഭാഗത്തു നിന്നൊരു വ്യത്യസ്തമായ, പുള്ളി പിന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു വ്യത്യസ്ത കഥാപാത്രം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ നാളായി മമ്മൂക്ക അങ്ങനെ, അദ്ദേഹം ഒരു സമയത്ത് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ പെട്ടെന്ന് ഓഫ്ലൈനിൽ പോയി. ഒരുപാട് നാൾ മമ്മൂക്ക ഇവിടെ നിന്ന് മാറിയെന്നൊരു ഫീലാണ്. പക്ഷേ ഈ ഒരു പടത്തോടുകൂടി അദ്ദേഹം തിരിച്ചു വരും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വിനായകനെ പറ്റി എടുത്തു പറയണം. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇതിനെപ്പറ്റി അധികം പറയാനില്ല. പക്ഷേ വിനായകൻ എന്ന് പറയുന്ന ആക്ടർ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഇപ്പം ജയിലർ എന്ന് പറയുന്ന സിനിമ എത്രത്തോളം യൂഷ്വലി ഒരു രജനീകാന്ത് സിനിമയിൽ വേറൊരു നായകൻ്റെയോ വേറെ ആളുടെ പേര് കിട്ടുക എന്ന് പറയുന്നത്, ഒരു പൊങ്ങി വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടാണ്. പക്ഷെ ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിനേക്കാൾ ഉപരി ഒരു പെർസെൻറ്റേജെങ്കിലും കൂടുതലായിട്ട് നമുക്കെല്ലാം ഫീൽ ചെയ്തത് വിനായകൻ എന്ന് പറയുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്. സോ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു കഴിവുണ്ട്. അസാധ്യ നടനാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ആണെന്നാണ് എനിക്ക് ഈ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പിൽ നിന്ന് മനസ്സിലായത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു ജിതിൻ കെ ജോസ് ഒരു പുതുമുഖ സംവിധായകനാണ്. മമ്മൂട്ടി കമ്പനിയായിട്ട് കൈകോർക്കുകയാണ്. ഒരു വ്യത്യസ്തമായൊരു പടമാണെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ തന്നെ മമ്മൂട്ടി കമ്പനിയിൽ എടുത്തേക്കുന്ന പടങ്ങളെല്ലാം കുറച്ച് ക്യാരക്ടർ വൈസ് എങ്കിലും വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ്. സോ ഈ ഒരു പടത്തിനും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരുപാട് നേരമായി ഇത് റിലീസ് ചെയ്തിട്ട്. ഞാൻ ആക്ച്വലി മിസ് ചെയ്തതാണ്. എനിക്കറിയില്ലായിരുന്നു അത് യൂട്യൂബിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം. അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് കണ്ടപ്പോഴാണ്. നിങ്ങളെല്ലാം ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.